മാള ഫസീദ എന്തോ ഒരു മെസ്സേജ് അയച്ചേക്കണേ. ഫസിയാ? ഓളെന്താ മെസ്സേജ് അയച്ചിക്കണേ? എന്താണ് നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരാം, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോ പറയും നിങ്ങൾ എന്നോട് പറയും പിടിച്ചു നിൽക്ക്. എനിക്കിനി പറ്റുന്നില്ല, അത്ര കായുന്നു. നിങ്ങളെ കൊടുക്കാനുള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കേ, അല്ലാതെ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് തിന്നാൻ വരെ തരുന്നില്ല. 2 ദിവസമായി ഞാൻ എന്തെങ്കിലും തിന്നിട്ട്, ഒന്നും തിന്നാൻ തരുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും തീരുമാനാക്കി. ഞാൻ ഉപ്പാനെ ആലോചിച്ചിട്ടും അനിയത്തിമാരെ ആലോചിച്ചിട്ടാ പിന്നെ ഇവിടെ പിടിച്ചെങ്കിലും നിന്ന് പോണത്. പക്ഷെ തിരിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്യും. മോളെ, എനിക്കറിയില്ല ഇവിടുത്തെ അവസ്ഥ. നമ്മളത് ഇപ്പൊ പറഞ്ഞതും അപ്പുറം എന്നെ തന്നിട്ടല്ല എനിക്ക് ഞങ്ങളെ പറഞ്ഞയച്ചത്. ഇനി എന്ത് തരാനാ? എന്റെ താഴെ ഒരാളും കൂടി ഇല്ലേ ഞമ്മക്ക് ഇതാക്കാൻ? ഉമ്മയുടെ കുട്ടി എങ്ങനെങ്കിലും അവിടെ പിടിച്ച് നിന്നോളി, എന്റെ കുട്ടീനെ വിചാരിച്ചിട്ടെങ്കിലും. ഓൻ ആ ദേഷ്യത്തിന് അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേൾക്കാറ്. അത് ഉമ്മയുടെ കുട്ടി കാര്യാക്കണ്ട. ഞങ്ങളിപ്പോ വന്നിട്ട് എന്നെ അങ്ങോട്ട് കൂട്ടി കൊടുത്തിട്ട് ഇവിടെ എന്റെ ഒരു അനുജത്തിയും കൂടി ഇല്ലേ, ഓളെ നമുക്ക് ഇറക്കി അയക്കണ്ടേ? ഉമ്മ കുട്ടി കുറച്ചും കൂടി അവിടെ എങ്ങനെങ്കിലും ഒക്കെ പിടിച്ച് നിൽക്കാൻ നോക്ക്. ഓളിപ്പോ എന്ത് വാക്കാ പറയണത്? നാളെപ്പോ നമ്മള് നാട്ടുകാരെ മുഖത്തേക്ക് നോക്കണ്ടേ? ഓള് പറയണത് നിങ്ങൾ കാര്യാക്കണ്ട. അവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഓള് ആദ്യമേ ഒരു വാശിക്കാരത്തിയല്ലേ. അപ്പൊ ഓള് ആ ദേഷ്യത്തിന് നമ്മളോട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞത് കേൾക്കാറാ. ഇപ്പൊ നിങ്ങൾ കാര്യാക്കണ്ട. എങ്ങനെങ്കിലും പിടിച്ചു നിക്കാൻ പറയാ അവിടെ. ഫോണ്. ഹലോ. ഞാൻ ഫസിയുടെ അമ്മയാണ്. അത് എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഇന്നലെയും കൂടി എന്റെ കുട്ടിക്ക് മെസ്സേജ് അയച്ചതാണല്ലോ. ഹോസ്പിറ്റലിലോ? റഫ്യാക, നമ്മളെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഹോസ്പിറ്റലിലാണ്.